ഹലോ, എല്ലാവർക്കും മാത്ത് വി ലേണിംഗിന്റെ കറന്റ് അഫയേഴ്സിന്റെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് നമുക്കറിയാം PSCയുടെ ഏത് എക്സാം എടുത്താലും ജനറൽ പേപ്പറിൽ കറന്റ് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. കറന്റ് അഫയേഴ്സിൽ തന്നെ ന്യൂസ് പേപ്പറിൽ നിന്നുള്ള ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൂടുതലാണ്. അല്ലെ? അപ്പൊ നിങ്ങള് എന്നും ന്യൂസ് പേപ്പർ വായിച്ച് അതിൽ നിന്ന് ടോപ്പിക്കുകളൊക്കെ എഴുതിയെടുക്കാനായിട്ട് സമയം ഉള്ളവരായിക്കൊള്ളണമെന്നില്ല. ജോലി ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ ഒരു സെഷൻ ആരംഭിക്കുകയാണ്. ഇന്ന് അതായത് ഓരോ ദിവസത്തെയും ന്യൂസ് പേപ്പറിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ എടുത്ത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് നോക്കാം ആദ്യത്തെ വിഷയം എന്താണ് ഇന്നത്തെ പേപ്പറിൽ എന്നുള്ളത്. ഫസ്റ്റ് ന്യൂസ് തന്നെ ജ്ഞാനപീഠ പുരസ്കാരമാണ് അല്ലെ. 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചു. അത് കിട്ടിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ല എന്ന വ്യക്തിക്കാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ്. 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. 2020 മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ഇദ്ദേഹത്തിനായിരുന്നു ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന പുസ്തകത്തിനാണ് ഈ അവാർഡ് ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഈ പേരൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ 2024 പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് 2023 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആർക്കാണെന്ന് ഓർമ്മയുണ്ടോ? 2 വ്യക്തികളാണ് അന്ന് ഈ പുരസ്കാരം പങ്കിട്ടത്. ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ജഗദ്ഗുരു രാമഭദ്രാചാര്യ. ജഗദ്ഗുരു സംസ്കൃത ആയിരുന്നു അദ്ദേഹത്തിന്റെ വിഷയം. അതുപോലെ തന്നെ കൂടെ ജ്ഞാനപീഠ പുരസ്കാരം പങ്കിട്ട വ്യക്തി ഗുൽസാർ എന്ന വ്യക്തിയാണ്. ഹിന്ദി ഗാനരചയിതാവാണ്. ഉറുദു കവി കൂടിയാണ് കേട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരാണ് കഴിഞ്ഞ വർഷം ജ്ഞാനപീഠ പുരസ്കാരം പങ്കിട്ടത്. അവാർഡ് തുക എത്രയാണെന്ന് അറിയാലോ? 11 ലക്ഷവും ഫലകമാണ് സമ്മാനം അല്ലെങ്കിൽ അവാർഡായിട്ട് ലഭിക്കുന്നത് കേട്ടോ. 11 ലാഖ് ആണ് സമ്മാന തുക എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ വർഷത്തെ ജ്ഞാനപീഠം ലഭിച്ച വ്യക്തി മറക്കരുത്, വിനോദ് കുമാർ ശുക്ലയാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയുമാണ്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. അടുത്ത വിഷയം ഇതാണ്. കേരള വനം വകുപ്പ് പുതിയൊരു മൊബൈൽ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സർപ്പ എന്നാണ് ആ ആപ്പിന്റെ പേര്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിച്ചിരിക്കുന്നത് നമ്മുടെ പ്രശസ്തനായ സിനിമാ താരം ടോവിനോ തോമസ് ആണ്. അതിന് കാരണം വേറൊന്നുമല്ല. അദ്ദേഹം വനം വകുപ്പിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി. അവര് കൊടുത്ത ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് മൂർഖനെ പിടികൂടി സേഫായി വനം വകുപ്പിന് കൈമാറാനൊക്കെയുള്ള പരിശീലനം നേടിയെടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊബൈൽ ആപ്പിന്റെ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്ന വിഷമുള്ള സർപ്പങ്ങളെ അവിടുന്ന് സേഫായിട്ട് വനത്തിലേക്ക് തന്നെ അയക്കുക. അതാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായിരിക്കുന്നത് നമ്മുടെ ടോവിനോ തോമസ് ആണ്. അപ്പൊ ഇത് ഓർത്തു വെക്കാൻ. നമുക്കറിയാം ഗവൺമെന്റിന്റെ ഓരോരോ പദ്ധതികൾക്ക് ബ്രാൻഡ് അംബാസിഡർമാരുണ്ടാവും. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള പദ്ധതികൾ വരും. അപ്പൊ സർപ്പ എന്ന ഒരു ആപ്പ് വനം വകുപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് എന്തിനാന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ടോവിനോ തോമസ് ആണ്. ഓക്കെ, അടുത്തൊരു വിഷയം നമുക്കിന്ന് പറയാനുള്ളത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. മാർച്ച് 23 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ. ലോക അന്തരീക്ഷ ശാസ്ത്ര ദിനം എന്നോ ലോക കാലാവസ്ഥാ ദിനം എന്നൊക്കെ നമുക്കിതിനെ പറയാം. ഈ വർഷത്തെ കാലാവസ്ഥാ ദിനത്തിന് അല്ലെങ്കിൽ അന്തരീക്ഷ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ക്രോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ. മുന്നറിയിപ്പുകളിലെ പഴുതുകൾ അടയ്ക്കാം ഒത്തൊരുമിച്ച് എന്നുള്ളതാണ് ഈ വർഷത്തെ വിഷയം. ഓരോ വർഷവും ഓരോ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ ഡേയ്സും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷത്തില് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഹരിതവാതകങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ ഹരിതവാതകങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമി തണുത്തുറഞ്ഞു പോകുമായിരുന്നു. വ്യവസായ വിപ്ലവത്തോടു കൂടിയൊക്കെയാണ് നമ്മുടെ ലോകത്ത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ കൂടുതൽ വരാൻ തുടങ്ങിയത്. പക്ഷെ എന്താന്ന് വെച്ചാൽ എന്തും അധികമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ ഇപ്പോ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ആഗോള താപനം എന്നുള്ള പ്രതിഭാസം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഗോളതാപനം എന്ന് പറയുമ്പോൾ വെറുതെ ചൂട് കൂടുന്ന ഒരു അവസ്ഥ മാത്രമല്ല, അത് നമ്മുടെ അന്തരീക്ഷത്തിന്റെ
ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മുടെ ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ മുന്നറിയിപ്പുകൾ കൊടുക്കുമ്പോൾ അതിൽ യാതൊരു പഴുതുകളും ഇല്ലാതെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ഇന്റർനെറ്റ് വഴി കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഈ കാലാവസ്ഥ പ്രവചനങ്ങൾ നടത്തുന്നത്. നമ്മുടെ ലോകത്തില് 108 രാജ്യങ്ങളിൽ മാത്രമാണ് ഈ കാലാവസ്ഥയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉള്ളൂ. അതുപോരാ, ലോകത്തിലുള്ള എല്ലാ ജനങ്ങളിലേക്കും ഈ ഒരു മുന്നറിയിപ്പ് നമുക്ക് കൊടുക്കാൻ കഴിയണ്ടേ? ഈ ഒരു പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് 2022 ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പുകൾ എല്ലാവർക്കും എന്നുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 2027 ആവുമ്പോഴേക്കും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ട്രംപിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നോവ എന്നുള്ള ഒരു ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന കാലാവസ്ഥ ഏജൻസി, അവിടെ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ന് ലോകത്തുള്ള പല രാജ്യങ്ങളിലും കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നൽകുന്നത് ഈ നോവ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിസ്റ്റം വഴിയാണ്. അപ്പൊ അവിടെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ലക്ഷ്യം വേണ്ട വിധത്തിൽ എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം സംശയമുണ്ട്. അപ്പൊ നിങ്ങളിത് ഓർത്തു വെക്കേണ്ടത് ഇതാണ്. മാർച്ച് 23 എന്ന് പറയുന്നത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വർഷത്തെ വിഷയം എന്ന് പറയുന്നത് ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പേപ്പറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ 3 കാര്യങ്ങളാണ്. നമുക്ക് നാളത്തെ വിഷയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.